ഏതെങ്കിലും ഒരു മനുഷ്യനിൽ ഒരു ദുസ്വഭാവമോ മറ്റോ ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ അധിക്ഷേപിക്കുന്നതിന് പകരം നല്ല സ്വഭാവങ്ങൾ അയാളിലുള്ളത് വളർത്തിയിട്ടും വികസിപ്പിച്ചിട്ടും അദ്ദേഹത്തെ നന്നാക്കി എടുക്കുകയാണ് വേണ്ടത്. അതാണ് നല്ല മനസ്സുള്ള ആളുകളോട് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നല്ല മനസ്ഥിതിയാണ് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ അടയാളം. അങ്ങനെയാണ് ഏതൊരു മനുഷ്യനെയും, ഏതൊരു ജീവിയെയും, ഏതൊരു സൃഷ്ടിയെയും അതിന്റെ നല്ല ഭാവത്തോടെ കാണാനുള്ള കാഴ്ചപ്പാട് വേണം. ഒന്നിനെയും നിസ്സാരപ്പെടുത്തരുത്, ഒന്നിനെയും ചെറുതാക്കരുത്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബിമാരിൽ നിങ്ങൾ നോക്ക്, ചെറിയ കുറിയ സ്വഹാബിമാരുണ്ട്, വലുപ്പം കുറഞ്ഞവർ, നീളം കൂടിയവരും ഉണ്ട്, കറുത്തവരും ഉണ്ട്, വെളുത്തവരും ഉണ്ട്. സുബ്ഹാനല്ലാഹ്, എല്ലാവരിലും ഉള്ള നന്മകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ടത്. കുറവുകളെ വിലയിരുത്തിയിട്ടല്ല ഒരാളെയും പറയാനോ മറ്റോ അവിടുന്ന് അനുഭവിച്ചിട്ടില്ല. ഒരു ചെറിയ കുറവ് പറഞ്ഞ് അധിക്ഷേപിച്ചതിന്റെ പേരിൽ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്ന പ്രഗൽഭനായ സ്വഹാബിയെ വിളിച്ച് അല്ലാഹുവിന്റെ റസൂൽ ശകാരിച്ചു. ഒരു ചെറിയ തർക്കമുണ്ടായപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കറുപ്പിന്റെ പേരിൽ ഒന്ന് ആക്ഷേപിച്ചു. ലോകത്ത് ഇന്നും നമ്മൾ കാണുന്നു കറുത്ത വർഗക്കാരെ അടിച്ചമർത്തുന്ന സ്വഭാവം. വിശുദ്ധ ഇസ്ലാം മാനവരാശിയോട്, മനുഷ്യ സമൂഹത്തോട് പറയുന്നത് ശരിയല്ല. അങ്ങനെ ഒരു മനുഷ്യനും ഒരു മനുഷ്യനെയും അവമതിക്കാൻ പാടില്ല, ഇകഴ്ത്താൻ പാടില്ല, ഒരാളെയും നിന്ദിക്കാൻ പാടില്ല. മനുഷ്യൻ എന്ന അർത്ഥത്തിലുള്ള ഒരു ബഹുമാനം മനുഷ്യർക്ക് വലിയ അർത്ഥത്തിൽ അല്ലാഹു നൽകിയ ബഹുമാനമാണ്.